ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് സഭാമാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കാനായി നൽകിയിരിക്കുന്നത്. കുരിശിൻ്റെ വഴി പ്രാർത്ഥനകൾ സകല ഇടങ്ങളിലും നാം ആരംഭിച്ചു കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് മനുഷ്യൻ്റെ അനുദിന യാത്രകളെ ആഴത്തിൽ പകർത്തി എഴുതിയതുകൊണ്ടാകണം ഞാൻ ഉൾപ്പെടുന്ന മലയാളി സമൂഹത്തിന് ആബേലച്ചൻ്റെ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയോളം വരില്ല മറ്റൊന്നും. ഇന്നത്തെ സുവിശേഷത്തിലേതുപോലെ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ പരിത്യജിച്ച് അനുദിന കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അവിടുന്ന് അരുളി ചെയ്ത വചനത്തിൻ്റെ പ്രായോഗിക ജീവിതം ആരംഭിക്കുന്നത് കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലാണെന്ന് തോന്നുന്നു. ഉള്ളുതട്ടി പ്രാർത്ഥിച്ചാൽ കുരിശിൻ്റെ വഴിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളവും ഉലച്ചിലും വേണ്ടുവോളം കാണാനാകും. ഒടുവിൽ അവിടുത്തെ പീഡാനുഭവത്തെ ധ്യാനിച്ച് ജീവിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് 14-ാം സ്ഥലം കഴിയുമ്പോൾ സ്നേഹം തിരഞ്ഞിറങ്ങിയ ക്രിസ്തുവിൻ്റെ ജീവിതമോർത്ത് കണ്ണീരണിഞ്ഞ് നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് പ്രവേശിക്കാം. അവിടെയും കഥ വിഭിന്നമല്ല. തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും നഗ്നരാക്കപ്പെടുകയും ചെയ്ത സ്നേഹിതർ ചുറ്റും നിന്ന് അടക്കം പറയുന്നു, ഇത് ഞാൻ തന്നെയല്ലേ? കുരിശിൻ്റെ വഴി എൻ്റെ ജീവിതം തന്നെയല്ലേ? സുവിശേഷത്തിൽ അവിടെ അരുൾ ചെയ്യുന്നു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യും. ശേഷം അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വന്തം കുരിശുകളും ചുമലിൽ വഹിക്കേണ്ടതുണ്ടെന്ന് അവിടുന്ന് കാർക്കശ്യം പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ, അല്പം നീണ്ട കുരിശിൻ്റെ വഴി യാത്രകൾക്ക് ശേഷം ജീവിതത്തിൽ ഉയർപ്പിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയെന്ന് സാരം. എന്നാൽ ഈ കുരിശിൻ്റെ വഴി യാത്രയിൽ കണ്ടുമുട്ടുന്നവരെ കാണാതെ പോകുന്നത് എത്ര വലിയ നൊമ്പരമാണ്. വഴിയിൽ കാത്തു നിൽക്കുന്ന ശിമയോന്മാർ, മറിയത്തെപ്പോലെ മാതാപിതാക്കൾ, യോഹന്നാനെ പോലെ ഉറ്റ ചങ്ങാതികൾ, കൂടെ ചാട്ടവാറടിക്കുന്ന വിലാപ്പുറത്തു കുത്തുന്ന പടയാളികൾ, മുട്ടുകുത്തിയും മുഖം കുത്തിയും എത്രയോ വീഴ്ചകൾ, അത് കണ്ട് പൊട്ടിച്ചിരിച്ചവർ. 14-ാം സ്ഥലവും കടന്ന് 40-ാം സ്ഥലം വരെ എത്തി നിൽക്കുന്ന ഈ യാത്ര എത്ര നാളെന്ന ചോദ്യം ബാക്കിയാകുന്നു. അതെ, അവിടുന്ന് കാട്ടിത്തന്നത് എൻ്റെയും വഴി തന്നെയാണ്. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ ഞാൻ കാണാതെ പോയ എൻ്റെയും കുരിശിൻ്റെ വഴിയുണ്ട്, ജീവിതമുണ്ട്. ഒരിക്കൽ കല്ലും മുള്ളും മാത്രമായ നടവഴിയിലൂടെ ഒരാൾ യാത്ര തുടങ്ങി. കല്ല് തട്ടി, മുട്ടുപൊട്ടി, മുഖം മണ്ണിൽ കുത്തി, പകുതി ദൂരം എങ്ങനെയോ താണ്ടി. വഴിതെറ്റിയെന്ന് കരുതി നിലത്തിരുന്ന് കരഞ്ഞു. തിരികെ നടക്കാൻ ആപതില്ലാതെ മുന്നോട്ട് തന്നെ നടന്നു. ഒടുവിൽ കുരിശിൻ ചുവട്ടിൽ എത്തിച്ചേർന്നു. അവിടെ അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല. ആമേൻ.